ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണല്ലോ സൂര്യനിൽ നിന്നാണ് നമുക്ക് ചൂടും വെളിച്ചവും ലഭിക്കുന്നതെന്ന്. എങ്കിൽ ആ സൂര്യനെക്കുറിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സൂര്യൻ ഇങ്ങനെ കത്തിച്ചുടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ജീവനുമെല്ലാം നിലനിൽക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭൂമിയിലെ ഓരോ ജീവന്റെ നിലനിൽപ്പും സൂര്യനെ ആശ്രയിച്ചും സൂര്യനിൽ നിന്നുള്ള ഊർജത്തെ ആശ്രയിച്ചുമാണ് ഉള്ളത്. സൂര്യന്റെ ആയുസ് എന്നത് ഏകദേശം 1000 കോടി വർഷങ്ങളാണെന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണക്കുകൾ പറയുന്നത്. ഈ 1000 കോടി വർഷത്തിൽ ഇപ്പോൾ ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിഞ്ഞതായും പറയപ്പെടുന്നു. അതായത് സൂര്യന്റെ പകുതി ആയുസ് കഴിഞ്ഞു എന്നത് തന്നെ. സൂര്യന്റെ വ്യാസം അഥവാ ഡയാമീറ്റർ എന്ന് പറയുന്നത് 14 ലക്ഷം കിലോമീറ്റർ ആണ്. അതായത് നമ്മുടെ ഭൂമിയുടെ വ്യാസം 12,600 കിലോമീറ്റർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഭൂമിയുടെ വ്യാസത്തിന്റെ 100 ഇരട്ടിയാണ് സൂര്യത്തിന്റെ വ്യാസം അഥവാ ഡയാമീറ്റർ വരുന്നത്. ഇനി സൂര്യന്റെ ഭാരത്തിന്റെ കാര്യം നോക്കുവാണെങ്കിലും ഭൂമിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും ഏതിന്റെ ഭാരം എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ഭാരം സൂര്യന് തന്നെയാണ് ഉള്ളത്. ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളും അടങ്ങിയ സൗരയൂഥത്തിനെ മൊത്തമെടുത്ത് നോക്കിയാലും സൂര്യന് തന്നെയാണ് ഭാരം മുന്നിട്ട് നിൽക്കുന്നത്. സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുന്നതിന് കാരണമായ ഘടകങ്ങളും സൂര്യന്റെ ഘടനയും അടങ്ങി സൂര്യനെക്കുറിച്ചുള്ള അറിവുകൾ ഏറെയാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.